അങ്ങനെ അബി ദേവയാനിയുടെ അടുത്ത് വന്നിട്ട് അമ്മായിക്ക് കരൾ തന്ന പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ആരും അമ്മായിയുടെ സങ്കടം മനസ്സിലാക്കിയിട്ട് ആ പെൺകുട്ടിയെ കണ്ടെത്തി കാണിച്ച് തന്നിട്ടില്ലല്ലോ. പക്ഷെ അമ്മായിയുടെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കരൾ തന്ന ആ കുട്ടിയെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു എന്നൊക്കെ അബി പറയുകയാണ്. ഇത് കേട്ട ദേവയാനി ആകെ പേടിച്ച് നിൽക്കുകയാണ്. കാരണം നയനയാണ് തനിക്ക് കരൾ തന്നത് എന്നുള്ള വിവരം അബി അറിഞ്ഞിട്ടുണ്ടാവുമോ? അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണ്, അവൻ എല്ലാവരോടും അറിയിക്കും എന്നൊക്കെ ആ ഒരു ആശങ്കയിൽ നിൽക്കുകയാണ് ദേവയാനി. അങ്ങനെ ആ സമയത്ത് അബി പറയുന്നുണ്ട്, അമ്മായിക്ക് ആ പെൺകുട്ടിയോട് സംസാരിക്കണോ? എന്നാൽ ഞാൻ വിളിച്ചു തരാം, ആ പെൺകുട്ടിയുടെ നമ്പറൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ആദ്യം ഒരു സൗണ്ടെങ്കിലും അമ്മായിക്ക് കേൾക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അബി നാടകം കളിക്കാനായിട്ട് കണ്ടെത്തിയ ശരണ്യ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ വിളിച്ച് ദേവയാനിയുടെ അടുത്ത് ഫോൺ കൊടുക്കുകയാണ്. ആ സമയത്ത് ദേവയാനി ആ ഒരു സൗണ്ട് കേട്ടിട്ട് നയനയല്ല, ഇവൻ മറ്റെന്തോ നാടകം കളിക്കുകയാണ് എന്നുള്ളത് ദേവയാനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ നാടകം എത്രത്തോളം മുന്നോട്ട് പോകും എന്ന് നോക്കാനായിട്ട് ദേവയാനിയും കൂടി അഭിനയിക്കുകയാണ്. എന്നിട്ട് മോളെന്താ ഇതുവരെ എൻ്റെ മുന്നിലോട്ട് വരാത്തത്? എന്താണ് എൻ്റെ അടുത്ത് വരാത്തത്? ഞാൻ കൊടുത്തയച്ച പണം എന്താ സ്വീകരിക്കാതിരുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേർക്ക് സഹായം ചെയ്തിട്ടുണ്ട്, എനിക്ക് അത് ആരെയും മുന്നിൽ കാണിക്കേണ്ടത് എനിക്കിഷ്ടമല്ല, ആരുടെയും മുന്നിൽ വരുന്നത് ഞാനാണ് സഹായിച്ചത് എന്ന് പറയുന്നത് ഇഷ്ടമല്ല, ഞാൻ ഒരുപാട് പേരെ ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട്, എനിക്ക് മറിഞ്ഞു നിൽക്കുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും എല്ലാവർക്കും മോള് സഹായിച്ചിട്ടുണ്ടാവും, പക്ഷെ അതുപോലെയല്ല എന്നെ സഹായിച്ചത്, അതുകൊണ്ട് എൻ്റെ മുന്നിൽ മോള് വരണം, എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആട്ടെ, അതൊക്കെ നിൽക്കട്ടെ, മോളുടെ പേരെന്തായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ശരണ്യ എന്ന് പറയുമ്പോൾ ശരണ്യയോ എന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനി. അത് പിന്നെ മാഡം, ശരണ്യ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്, ശരിക്കുമുള്ള പേര് നയന എന്നാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ദേവയാനി പറയുന്നുണ്ട്, അതാണ് ഞാൻ നോക്കുന്നത്, എന്നോട് നയന എന്നായിരുന്നു ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞിരുന്നത്, പിന്നെ പെട്ടെന്ന് ശരണ്യ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഒരു നിമിഷം ആകെ അബി പേടിച്ച് നിൽക്കുകയാണ്, അമ്മയുടെ മുന്നിൽ പെടുമോ എന്നുള്ള ആ ഒരു പേടിയിൽ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് അവർ സംസാരിച്ച് ഫോണൊക്കെ വെക്കുന്നുണ്ട്, നമുക്ക് പുറത്ത് നിന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഫോൺ വെക്കുകയാണ്. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, ശരണ്യ എന്നാണല്ലേ ആ കുട്ടി പറഞ്ഞത്, ഞാനും അവളെ അന്വേഷിച്ച് പോയ സമയത്ത് ശരണ്യ എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്, പക്ഷെ അത് വീട്ടിൽ വിളിക്കുന്ന പേരാണ്, ആ പേരാണ് എല്ലാവർക്കും പരിചിതം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അബിയുടേത് കള്ളത്തരമാണ്, നാടകമാണ്, എന്തോ ഇവർക്ക് ഇതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട് എന്നുള്ളത് ദേവയാനി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ പെൺകുട്ടി എത്രയും പെട്ടെന്ന് കാണണമെന്ന് ദേവയാനി അബിയോട് പറയുന്നുണ്ട്. അതനുസരിച്ച് ദേവയാനി അവളെ കൊണ്ട് കാണിക്കാമെന്നും ദേവയാനിയോട് പറയുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ദേവയാനി ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന സമയത്ത് ജയനോട് കാര്യം പറയുന്നുണ്ട്, ഏതായാലും എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ നിങ്ങൾ കാണിച്ചു തരുന്നില്ല, പക്ഷെ അത് എനിക്ക് മറ്റൊരാൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അബിക്കും ആ കുട്ടിയെ അറിയാമെന്നുള്ള രീതിയിലൊക്കെ ദേവയാനി പറയുന്ന സമയത്ത് ദേവയാനി വെറുതെ നീ ഓരോന്നിൽ പോയി പെടാൻ നിൽക്കണ്ട, ഇപ്പോൾ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കുന്ന കൂട്ടങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതായാലും അവളെ കാണിച്ചു തരാനൊന്നും എനിക്ക് കാണിച്ചു തരാൻ നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാനായിട്ട് കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ പോവണ്ട എന്ന് പറയുന്നതും കേട്ടിട്ട് അനുസരിക്കാതെ ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് ഈ ഒരു ആശങ്ക നമ്മുടെ നയനയോട് പറയുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട്, ആരുടെ പ്ലാൻ അനുസരിച്ച് അമ്മയിൽ നിന്നും പണം തട്ടാനുള്ള ആ ഒരു പ്ലാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ നയന പറയുന്ന സമയത്ത് അത് തന്നെയാണ് മോളെ സത്യം, അല്ലാതെ ഇങ്ങനെയൊന്നും നാടകം കളിക്കില്ല, പിന്നെ പ്രത്യേകിച്ചും അബിക്കും ഇതിൽ എന്തോ ഒരു പങ്കുണ്ട് എന്നാണ് ദേവയാനി പറഞ്ഞതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്നാൽ പിന്നെ നോക്കണ്ട, ആ പെൺകുട്ടിക്ക് കൊടുക്കാമെന്നുള്ള പണം തട്ടാനുള്ള ഒരു പ്ലാൻ തന്നെയാണ് അവരുടേത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, എന്തായാലും ഇത് അവരുടെ ചതിയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ വെറുതെ വിടില്ല, അതോ ഇനി ആ പെൺകുട്ടി പറ്റിക്കാൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ അമ്മയെ കബളിപ്പിക്കാൻ ഞാൻ അവളെ അനുവദിക്കില്ല, അമ്മയുടെ സ്നേഹം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് നയന. അങ്ങനെ ദേവയാനി പിന്നീട് അബി പറഞ്ഞതനുസരിച്ചിട്ട് അബി എത്താൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ അബി ആ പെൺകുട്ടിയുമായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. വരുന്ന വഴിക്ക് തന്നെ ദേവയാനി പോലീസിൽ വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിനെ വിളിച്ചിട്ട് എന്നെ ഒരാൾ പറ്റിക്കാൻ നോക്കുന്നുണ്ട്, കരൾ തന്ന പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നത്, അവളെ കൂടിയിട്ട് എന്താണ് അവളുടെ ഉദ്ദേശം എന്നുള്ളത് ചോദ്യം ചെയ്ത് മനസ്സിലാക്കണം എന്നൊക്കെ ദേവയാനി പോലീസിനോട് പറയുകയാണ്.
അങ്ങനെ ദേവയാനി ആദ്യം തന്നെ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടിയോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരു പരുങ്ങലയോടെയാണ് ആ പെൺകുട്ടി നിൽക്കുന്നത്. അങ്ങനെ ഇതിൽ ആ പെൺകുട്ടി വന്ന ആ ഒരു കാര്യത്തിൽ ദേവയാനിക്ക് അഭിയേയും സംശയം തോന്നുകയാണ്. അങ്ങനെ ദേവയാനി പോലീസിനോട് വിവരം പറഞ്ഞതനുസരിച്ച് പോലീസ് ഇവരുടെ അടുത്തോട്ട് എത്തുന്നുണ്ട്. അത് കണ്ടിട്ട് അഭി ഒന്ന് പേടിച്ച് നിൽക്കുകയാണ്. ശരണ്യയും ആ ഒരു പേടിയോട് കൂടി നിൽക്കുകയാണ്. എന്നിട്ട് ഇതെന്താ പോലീസ്, എന്താ അമ്മായി, എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ, വരുന്ന സമയത്ത് എന്തെങ്കിലും ഇതുണ്ടായോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വരുന്ന സമയത്തൊന്നും ഉണ്ടായില്ല, ഇവിടെയാണല്ലോ പ്രശ്നം നടക്കുന്നത്. എടാ നീ എന്താ കരുതിയത്, കരൾ തന്ന പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ കാണിച്ചാൽ ഞാൻ അത് വിശ്വസിക്കുമെന്നുള്ളതോ? എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നിന്റെ കളി നാടകമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അത് ഏത് അറ്റം വരെ പോകുമെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് നിന്റെ കൂടെ നിന്നത് എന്നൊക്കെ പറയുകയാണ് ദേവയാനി. ഇത് കേട്ടിട്ട് അഭി ആകെ പെട്ടുപോയല്ലോ എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ശരണ്യയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. കൂടെ അഭിയെയും കൊണ്ടുപോകുന്ന സമയത്ത് അഭി പറയുന്നുണ്ട്, എനിക്കിതിലൊരു പങ്കുമില്ല, ഈ പെൺകുട്ടിയാണ് എന്നെ വിളിച്ചിട്ട് ഇക്കാര്യം പറഞ്ഞത് എന്നൊക്കെ പറയുന്ന സമയത്ത് ശരണ്യ നടന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയുകയാണ്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, നിനക്കൊന്നും നന്നാവാനായില്ല അല്ലേ, അമ്മയുടെ കൂടെ കൂടിയിട്ട് ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് നിർത്താനായില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിനോട് പറയുന്നുണ്ട്. ഇവന് മാക്സിമം കൊടുക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. കാരണം ചതിയാണ് നടത്താൻ നോക്കിയത്, ഒരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് ആൾമാറാട്ടം വരെ നടത്താനാണ് നോക്കിയത്. അതിന് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ഇവന് കൊടുക്കണം. ഇവന്റെ കാര്യത്തിൽ ആരും പരാതി പറഞ്ഞിട്ട് അങ്ങോട്ട് വരില്ല. ഇവന്റെ അമ്മ വന്നാൽ അവന്റെ അമ്മയും ഇതുപോലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് നിങ്ങളത് കാര്യമാക്കേണ്ട, വേണ്ട നടപടികളൊക്കെ നിങ്ങൾ സ്വീകരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിയെയും ആ ശരണ്യയും പോലീസിൽ ഏൽപ്പിച്ച് ദേവയാനി അവിടെ നിന്ന് അനന്തപുരിയിലോട്ട് മടങ്ങുകയാണ്.